ತಮ್ಮ ಇಡೀ ಜೀವನವನ್ನ ಇಸ್ಲಾಂ ಧರ್ಮದ ಸೇವೆ, ನಮಾಜ್ ಮತ್ತು ದೇವರ ಸ್ಮರಣೆಯಲ್ಲೇ ಜೀವನವನ್ನ ಕಳೆದಿದ್ದ ಧಾರ್ಮಿಕ ಮುಖಂಡರಾದ ಕುಕ್ಕಾಜೆ ಅಬ್ದುಲ್ ಲತೀಫ್ ಮದನಿ ಅವರು ಇಹಲೋಕವನ್ನೇ ತ್ಯಜಿಸಿದ್ದಾರೆ. ಮಸೀದಿಯಲ್ಲಿ ಆಜಾನನ್ನ ಮೊಳಗಿಸ್ತಾ ಇದ್ದ ಸಂದರ್ಭದಲ್ಲೇ ಅವರು ಕೊನೆ ಉಸಿರನ್ನ ಎಳೆದಿರುವ ದೃಶ್ಯ ಮಸೀದಿಯ ಸಿಸಿಟಿವಿಯಲ್ಲಿ ಸೆರೆಯಾಗಿದೆ. ಮೂಲಗಳ ಪ್ರಕಾರ ಕುಕ್ಕಾಜೆ ಅಬ್ದುಲ್ ಲತೀಫ್ ಮದನಿ ಅವರು ಪ್ರತಿದಿನದಂತೆ ಮಸೀದಿಯಲ್ಲಿ ಅತ್ಯಂತ ಶ್ರದ್ಧೆ ಮತ್ತು ಭಕ್ತಿಯಿಂದ ಸಾರ್ವಜನಿಕರನ್ನ ನಮಾಜ್ನತ್ತ ಕರೆಯುವ ಪವಿತ್ರ ಆಜಾನನ್ನ ನೀಡ್ತಾ ಇದ್ರು. ಮಸೀದಿಯ ಮೈಕ್ನಲ್ಲಿ ಆಜಾನ್ನ ಧ್ವನಿ ಮೊಳಗ್ತಾ ಇದ್ದಂತೆ ಅವರು ಇದ್ದಕ್ಕಿದ್ದಾಗೆ ಕುಸಿದು ಬಿದ್ದಿದ್ದಾರೆ, ಕೊನೆ ಉಸಿರನ್ನ ಎಳೆದಿದ್ದಾರೆ. ಧಾರ್ಮಿಕರ ಮುಖಂಡರ ಅಗಲಿಕೆಗೆ ಮುಸ್ಲಿಂ ಬಾಂಧವರು ಕಂಬನಿಯನ್ನು ಕೂಡ ಮಿಡಿದಿದ್ದಾರೆ. ನಾವು ಯಾವಾಗಲೂ ಹೇಳ್ತೇವೆ, ಸಾವು ಯಾವುದೇ ರೂಪದಲ್ಲಿ ಬರ್ಬೋದು. ಅದು ನೀವು ಏನೇ ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾಗಲೂ ಬರ್ಬೋದು ಮತ್ತು ದೇವರ ಸ್ಮರಣೆ ಮಾಡ್ತಾ ಇದ್ದಾಗಲೂ ಕೂಡ ಬರ್ಬೋದು ಅಂತೇಳಿ. ಆದರೆ ಒಂದು ನಂಬಿಕೆ ಇದೆ, ದೇವರ ಸ್ಮರಣೆಯಲ್ಲೇ ಇದ್ದ ಸಂದರ್ಭದಲ್ಲಿ ಬರುವ ಸಾವು ಏನಿದೆ ಅದು ಬಹಳ ಪವಿತ್ರವಾದದ್ದು, ಎಲ್ರಿಗೆ ಸಿಗಲ್ಲ ಅಂತ ನಾವು ಹೇಳ್ತೇವೆ. ಬಹುಶಃ ಈ ಸಂದರ್ಭದಲ್ಲಿ ಅವರನ್ನು ಕಳ್ಕೊಂಡ ನೋವು ಖಂಡಿತವಾಗಲೂ ಇದ್ದೇ ಇರುತ್ತೆ. ಆದರೆ ಸಾವಿಗೆ ಅದು ಇಂತಹದ್ದೇ ವ್ಯಕ್ತಿ, ಇಂತಹದ್ದೇ ಕೆಲಸ, ಇಂತಹದ್ದೇ ಗಳಿಗೆ ಅನ್ನೋದು ಇಲ್ಲ ಅನ್ನೋದಕ್ಕೆ ಮತ್ತೊಂದು ನಿದರ್ಶನ. ವ್ಯಕ್ತಿಯೊಬ್ಬರು ಆಜಾನ್ ನೀಡ್ತಾ ಇದ್ದ ಸಂದರ್ಭದಲ್ಲೇ, ದೇವರ ಪುಣ್ಯ ಸ್ಮರಣೆಯಲ್ಲಿ ಇದ್ದ ಸಂದರ್ಭದಲ್ಲೇ ಇಹಲೋಕದ ಯಾತ್ರೆಯನ್ನು ಮುಗಿಸಿದ್ದಾರೆ. ചമയേണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. 6 കാൽ തേരിലേറി തോഴരുമൊത്തെടുന്നള്ളേണം. ആരവമായി കലിമത്തിൻ മാധുരിയന്ന് മുഴങ്ങേണം. വെള്ളലിവാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയേണം. വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂശി തന്നിടണം. ഓ കഴിഞ്ഞ ദിവസം അസ്റുബാങ്ക് കൊടുക്കുന്ന സമയത്ത് മരണപ്പെട്ട ഒരു ഉസ്താദാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിലേക്ക് യാത്ര പോകുന്ന അവസാന സമയം ഷഹാദത്ത് ഉച്ചരിച്ച് നാട്ടിലെ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മഹാസൗഭാഗ്യം. ഭൂമിയിൽ അപൂർവം ജനങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമല്ലേ അത്. ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള മരണം, തഹജ്ജുദ് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്നുള്ള മരണം, ശുദ്ധമായ റൗള ഷരീഫിൽ ചെന്നുള്ള മരണം, കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ചുള്ള മരണം, ഇങ്ങനെ നല്ല നല്ല മൊമെന്റുകളിൽ, നല്ല നല്ല സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ അടുത്തേക്ക് യാത്ര പോവുക എന്ന് പറയുന്നത് എത്രമേൽ സൗഭാഗ്യമാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, പ്രവർത്തികളുടെ കർമ്മങ്ങളുടെ പരിഗണന എന്ന് പറയുന്നത് അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. അവസാനം നന്നാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം എന്ന് പറയുന്നത് എപ്പോഴും മുത്തഖീങ്ങൾക്കായിരിക്കും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, അല്ലാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് നല്ല കാര്യങ്ങളിൽ അവൻ ഉപയോഗിക്കും. സഹാബത്ത് ചോദിച്ചു എങ്ങനെ ഉപയോഗിക്കും? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ല മൗതി സുമ്മ യഖ്ബിലുഹു അലൈഹി, മരിക്കുന്നതിന് മുമ്പ് അവന് നല്ലൊരു കർമ്മത്തിൽ ഏർപ്പെടാൻ അല്ലാഹു അവസരം നൽകുകയും അതേ അവസ്ഥയിൽ അല്ലാഹു അവനെ മരിപ്പിക്കുകയും ചെയ്യുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ അവസാനം ഏറ്റവും ഖൈറിലും സന്തോഷത്തിലും ഒക്കെ ആക്കി തരട്ടെ.
വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് ഒരു മുഅദ്ദിൻ ഉസ്താദ് ഇന്ന് അസറിന് ബാങ്ക് വിളിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കി കുഴഞ്ഞു വീണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്നു. വല്ലാത്ത മാനസികമായ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ രംഗം നിങ്ങൾ കണ്ടു നോക്കുക, ബാങ്ക് ഒന്ന് കേട്ടു നോക്കുക. എന്താലേ, ദുന്യവ്യായ ലോകത്ത് ആ മരണ വാർത്ത കേൾക്കുമ്പോൾ വിഷമം കുടുംബത്തിനും വരും, എല്ലാവർക്കും വരും. പക്ഷേ ആ മനുഷ്യന് അള്ളാഹു നൽകിയൊരു വലിയ ഭാഗ്യം നോക്ക്. അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ച് റസൂലുള്ളാഹിയുടെ പേരുച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാ. അബ്ദുൽ ലത്തീഫ് മദനി ഉസ്താദ് എന്ന ആ ഉസ്താദിൻ്റെ ഒരു ഭാഗ്യേ. കർണാടകയിലുള്ള ആ ഉസ്താദിൻ്റെ ആഖിറത വിളിച്ചാക്കി കൊടുക്കട്ടെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു യാസീനെങ്കിലും ആ ഉസ്താദിന് വേണ്ടി ഓതണം. ഇത് കണ്ടിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അള്ളാഹ് ഞങ്ങളൊക്കെ ആഖിബത്ത്, ഞങ്ങളൊക്കെ അവസാനം നീ നന്നാക്കണേ അള്ളാഹ്. മുഅദ്ദിനുമാരുടെ ഓരോ ഭാഗ്യങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹിയുടെ ഹദീസൊക്കെ കാണാറുണ്ട്. പക്ഷേ ദുന്യവ്യായ ലോകത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് യാത്ര പോയത്. അള്ളാഹ് കുടുംബത്തിന് നീ സമാധാനം നൽകണേ അള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ് ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഇന്നലെ ഒരാൾ മരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിച്ചു. ബാങ്ക് പൂർത്തിയായില്ല. എന്തിയ ആള്, ഈ ആൾക്ക് ആഖിബത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നല്ല മരണം ഉണ്ടാവും. എന്താ കാരണം? പുണ്യ റസൂലിനെ അത്ര ഇഷ്ടപ്പെട്ട ഉള്ളിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടാത്ത ഒരാൾക്ക് അങ്ങനത്തെ മരണം ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മരണം തന്നെയാണ്. വല്ലാത്ത മരണമാണ്. ആഖിബത്തുൽ മുത്തഖീൻ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീൻ. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഹബീബിനെ അതിരറ്റ് സ്നേഹിച്ചിട്ടുണ്ടാവും. അല്ലാതെ അങ്ങനെ ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ് നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന. ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.